ഉയർത്തുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ ഭാഗം ഒന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവക്രീഡം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ, ഇവിടെ പറയാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. പരീക്ഷയിൽ ഓടുന്നവനല്ല. ഹല്ലേലൂയ. പരീക്ഷ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലിച്ചോക്കെ നമ്മൾ പഠിക്കുന്നിടത്ത് നമ്മൾ പരീക്ഷ എഴുതിയില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടുത്ത ലെവലിലേക്ക് ഉയരാൻ പറ്റത്തില്ല. ഇവിടെ ദൈവം പറയാ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവൻ അടുത്ത ലെവലിലേക്ക് ഉയർത്തപ്പെടും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഭയപ്പെടണോ സന്തോഷിക്കണോ? സന്തോഷിക്കണം. ഹല്ലേലൂയ. പരീക്ഷ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഒരു കാര്യം ഓർത്തോ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതം അടുത്ത ലെവലിലേക്ക് ഉയരാൻ പോവുകയാണ്. നമ്മുടെ ആത്മീക തലം അടുത്ത ലെവലിലേക്ക് ഉയരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. സഹിക്കുന്നവൻ എന്ത് ചെയ്യും? കൂടെ വാഴും. ഹല്ലേലൂയ. സഹിക്കുന്നവൻ കൂടെ വാഴും. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ വാഴും. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. നാം ലോകത്തിന്റെ ചിന്തയിലാണ് എങ്കിൽ, നമ്മൾ ഇതുവരെയുള്ള അനുഭവത്തിന്റെ ചിന്തകളിലാണ് എങ്കിൽ ദൈവത്തിന് ഒരിക്കലും നമ്മൾ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. പരീക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഒരു ആലോചിച്ച് നോക്കി, ഒരു വൃക്ഷം ഒരു കോൺക്രീറ്റ് ഫ്ലോറിൽ നട്ടാൽ അത് വളരുമോ? ഒരിക്കലും വളരത്തില്ല. കാരണം അതിൻ്റെ റൂട്ടിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൂവ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഒരു നല്ല മണ്ണിൽ നട്ട വൃക്ഷമാണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ റൂട്ട് ആഴത്തിലേക്ക് ഇറങ്ങും. ആ മണ്ണ് ആ വൃക്ഷത്തെ വളർത്തുവാൻ സഹായിക്കും, അല്ലെ? അതിനു വേണ്ട രീതിയിൽ സഹായിക്കും. ഇതേപോലെ ഒരു ദൈവ പൈതൽ വളരണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രശ്നത്തിന്റെ നടുവിൽ നടണം. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ വളരണമെങ്കിൽ പ്രശ്നത്തിന്റെ നടുവിൽ നട്ടെങ്കിൽ മാത്രമേ ഒരു ദൈവ പൈതൽ വളർത്തത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് എന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്താ? എന്നെ വളർത്തുന്ന മണ്ണ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മെ വളർത്തുവാൻ സഹായിക്കുന്ന മണ്ണ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രശ്നമോർത്ത് ഭാരപ്പെടേണ്ട. പ്രശ്നത്തിന് നമ്മളെ തകർക്കുവാനല്ല, നമ്മെ ഉയർത്തുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. പിശാച് ആഗ്രഹിക്കുന്ന തകർക്കുവാനാ. പക്ഷേ നാം റൂട്ട് മാറുന്നത്, ദൈവത്തിന്റെ ദർശനം യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ പിശാച് നമ്മളെ റൂട്ട് മാറ്റിക്കളയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ യഥാർത്ഥ ഡയറക്ഷനിൽ നിന്ന് നമ്മെ മാറ്റുവാനിടയാകും. അവിടെ നാം ശ്രദ്ധാലുവായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ യഥാർത്ഥമായ ഇഷ്ടത്തിൽ അറിഞ്ഞ്, ഹല്ലേലൂയ, ആ ദൈവരാജ്യത്തിൽ തന്നെ നമ്മുടെ ഹൃദയം വസിക്കണം. ഹൃദയം ദൈവരാജ്യത്തിൽ തന്നെ വസിക്കണം. അങ്ങനെ വസിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു പ്രതികൂലത്തെയും നമ്മെ റൂട്ട് മാറ്റാൻ കഴിയത്തില്ല. ഒരു കള്ളപ്രവാചകനും നമ്മളെ റൂട്ട് മാറ്റാൻ കഴിയത്തില്ല. ഒരു സന്ദേശത്തിനും നമ്മളെ റൂട്ട് മാറ്റാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നാം യഥാർത്ഥ ദർശനം പ്രാപിച്ച്, യഥാർത്ഥ സത്യ വെളിച്ചം പ്രാപിച്ച് നാം മുന്നേറുന്നവരായി തീരണം. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ജയിക്കുന്നവൻ, അല്ലെ, ജയിക്കുന്നവരും ഞാൻ കൽപ്പിച്ച പ്രവൃത്തി അവസാനത്തോളം ചെയ്യുന്നവൻ. ഞാൻ ദൈവം ജയിക്കണം. യേശു നമ്മോട് കൽപ്പിക്കുന്ന പ്രവൃത്തി എന്ത് ചെയ്യണം? അവസാനത്തോളം പറയണം എന്നാണോ? ചെയ്യണം. ചെയ്യുന്നവനാണ് ഹല്ലേലൂയ നിത്യരാജ്യത്വം. ഹല്ലേലൂയ. ദൈവം വാഗ്ദത്തത്തിന്റെ രാജ്യത്വത്തിൽ ദൈവത്തിന്റെ മക്കളായി വാഴുവാൻ പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആലോചിച്ച്, നമ്മളെ ഈ വെട്ടുകത്തിയൊക്കെ ഇല്ലേ, വെട്ടുകത്തിയൊക്കെ മൂർച്ച കുറഞ്ഞ എന്താ ചെയ്യാം? മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലിലോ അല്ലെങ്കിൽ ഒരു റഫായ പ്രതലത്തിൽ ഉരസി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ മൂർച്ച കൂടും. ഇതേപോലെ നമ്മുടെ മൂർച്ച കുറയുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ റഫായ പ്രതലത്തിൽ നമ്മെ ഒന്ന് ഉരസും. ഹല്ലേലൂയ. ചില പ്രതികൂലങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യും? അനുവദിക്കും. ഇത് അനുവദിക്കുന്ന സമയത്ത് പിശാച് നമ്മളെ തൊട്ടോ? യഥാർത്ഥ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലാണോ? പിശാച് നമ്മളെ തൊട്ടോ നമ്മുടെ മൂർച്ച കൂടും. ഹല്ലേലൂയ. നമ്മുടെ മൂർച്ച കൂടും. ഒരു പ്രതികൂലം വന്നോ, ഇതുവരെ പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയാണോ, ആ വ്യക്തി എന്ത് ചെയ്യാൻ തുടങ്ങും?
പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവൻ എന്ത് ചെയ്യാൻ തുടങ്ങും? ദൈവത്തോടടുത്ത് ജീവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ പ്രതികൂലം എപ്പോഴും വീണ്ടും ജനിക്കപ്പെട്ട പൈതലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതികൂലം ഒരിക്കലും ആ വ്യക്തിയെ ദൈവം അകറ്റത്തില്ല, ദൈവത്തോട് അടുപ്പിക്കുക മാത്രമേ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ പ്രോമിസാ. കർത്താവ് പറയാ, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ സകലത്തിലും ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു മാത്രമേ വിശ്വസ്തനായി ഹല്ലേലൂയ വിശ്വസ്തനായി ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തനാ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവനാ. ഹല്ലേലൂയ. യേശു വിശ്വസ്തനായ എപ്പോഴും യേശു നമ്മളെ സകലത്തിൽ ഉറപ്പിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. നമ്മെ യുദ്ധങ്ങൾക്കായി നമ്മുടെ കരങ്ങളെ അഭ്യസിപ്പിക്കുന്ന ദൈവമാ, നമ്മെ പണിയുന്ന ദൈവമാ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകളെ ഒന്ന് പുതുക്കണം. ദൈവവചനത്താൽ നമ്മുടെ ചിന്തകളെ ഒന്ന് പുതുക്കണം. ഹല്ലേലൂയ. നമ്മൾ ഇത്രയും കാലം നമ്മുടെ ഹൃദയത്തിലൊക്കെ പല രീതിയിലുള്ള പല ബുക്കുകൾ വായിച്ചതും പല അനുഭവങ്ങളിലൂടെ ചിന്തകളായിരിക്കുന്നത്. ആ ചിന്തകളെ ഇവിടെ കാണാൻ കഴിയും. ആ രണ്ടാമത്തെ മനുഷ്യനെ നമുക്ക് കാണാം, കറപ്റ്റഡായ ബ്ലാക്ക് കളർ കാണുന്നില്ലേ? ആ ബ്ലാക്ക് കളർ എന്ന് കാണുന്നത് കറപ്റ്റഡായ ചിന്താഗതിയാ, മലിനപ്പെട്ട വിഷം നിറഞ്ഞ ചിന്താഗതിയാ. ആ ചിന്താഗതി വെച്ചുകൊണ്ട് ഒരിക്കലും ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ആ വൈറ്റ് കളർ കാണുന്ന ആ പുതു മനുഷ്യന്റെ ചിന്താഗതി എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിപ്പെടണം. ഹല്ലേലൂയ. ആ ചിന്തകൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെ ദേഹിയൊക്കെ ഭരിക്കാൻ ഇടയാകണം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, റോമർ ഹല്ലേലൂയ 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തെ നമുക്ക് കാണാൻ കഴിയും. റോമർ 12-ാം അധ്യായം 2-ാം വാക്യം അതിൽ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഹല്ലേലൂയ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സൊന്ന് പുതുക്കണം. ദൈവവചനത്താൽ മനസ്സൊന്ന് പുതുക്കണം. ഹല്ലേലൂയ. നിന്ന് ഓർത്തു നോക്കിയേ, ഇന്ന് രാവിലെ ഇവിടെ വന്ന നിമിഷം മുതൽ നമ്മുടെ മനസ്സ് ചിന്ത പുതുക്കിക്കൊണ്ടിരിക്കുക, റിന്യൂ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലേ? നമ്മൾ പഴയ രാവിലെ വന്ന് ആ ചിന്താഗതിയാണോ ഇപ്പോൾ ഈ ഹാളിൽ ഇരിക്കുമ്പോൾ ഉള്ളത്? അല്ല. 100% ദൈവത്തിന്റെ ചിന്ത ഹല്ലേലൂയ നമ്മുടെ ചിന്താമണ്ഡലത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് തുടങ്ങിയിരിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നമ്മുടെ ചിന്തയെ നമ്മൾ റിന്യൂ ചെയ്യണം, ചിന്തയെ നമ്മൾ മാറ്റണം. ദൈവവചനത്തിന്റെ ഇൻഫർമേഷനെ നമ്മൾ സ്വീകരിക്കണം. ലോകവും നമുക്ക് ഇൻഫർമേഷൻസ് ആണ് തരുന്നത്, വാർത്തകൾ പത്രം നമുക്ക് ഇൻഫർമേഷൻസ് ആണ് തരുന്നത്, ബുക്കുകൾ നമുക്ക് ഇൻഫർമേഷൻസ് ആണ് തരുന്നത്. ആ ഇൻഫർമേഷൻസിനെ നമ്മൾ ഏറ്റെടുക്കാതെ ദൈവം നമ്മോട് പറഞ്ഞ ഇൻഫർമേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിച്ച് നമ്മുടെ ചിന്തയെ ഒന്ന് പുതുക്കണം. ഹല്ലേലൂയ. അങ്ങനെ ചിന്തയെ പുതുക്കുമ്പോൾ തന്നെ നന്മയും പൂർണ്ണതയുമുള്ള ഹല്ലേലൂയ ദൈവഹിതം ഇന്നതെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. അപ്പൊ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് നാം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ ചിന്തകളെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ചിന്തകളാൽ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ചിന്തകളെയും മാറ്റുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി നമ്മെ പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റാരും ഈ ലോകത്തിലില്ല. ഒരുപക്ഷെ നമ്മുടെ പോക്കറ്റിൽ പണം കുറവായിരിക്കാം, നമുക്ക് ആവശ്യങ്ങളൊന്നും നിവർത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടാകത്തില്ല. പക്ഷേ അപ്പോഴൊക്കെ ദൈവത്തിന് നമ്മൾ സ്തുതിക്കണം. ഹല്ലേലൂയ. കാരണം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. പ്രതികൂലത്തിലിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാ എന്ന് പറഞ്ഞത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പണവും നല്ല ഭവനവും കാറും എല്ലാ സമ്പത്തും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ എളുപ്പമാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ, ഇവിടെ എവിടെയെങ്കിലും കുറവ് സംഭവിക്കുമ്പോൾ യേശുവിന് നന്ദി പറയണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ ചിന്തകളെ പുതുക്കുന്നു എങ്കിൽ നമ്മുടെ പ്രതികൂലത്തിലും കഷ്ടത്തിലും രോഗത്തിലൊക്കെ യേശുവിനെ സ്തുതിക്കുവാൻ, യേശുവിന് നന്ദി പറയുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടും. ഹല്ലേലൂയ. പിശാചിന് എപ്പോഴും ആഗ്രഹം നമ്മൾ കരയുന്നതാ,
ഹല്ലേലൂയ. നമ്മൾ ആകുലപ്പെട്ടിരിക്കുന്നതാ പിശാചിനെ എപ്പോഴും ഇഷ്ടം. നമ്മൾ കരയുമ്പോൾ പിശാച് ചിരിക്കുക. ഹല്ലേലൂയ. നമ്മളൊരു പ്രതികൂലത്തെ ഓർത്ത് ഭാരപ്പെടുമ്പോൾ പിശാച് ചിരിക്കുക. എന്നാൽ ആ പ്രതികൂലത്തെ നോക്കി ഒന്ന് ചിരിക്കുമ്പോൾ പിശാച് അവിടെ കരയുക. ഹല്ലേലൂയ. കാരണം ഈ വ്യക്തി എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവ പിശാചിനെ പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. പിശാചിനെ നമ്മുടെ കർത്താവ് കാൽ കീഴാക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചു കളയും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മെ ഇന്ന് ഭാരപ്പെടുത്തുന്ന, നമ്മെ ഇന്ന് പ്രയാസപ്പെടുത്തുന്ന രോഗത്തിന്റെ ശക്തിയെ, ഹല്ലേലൂയ, കടബാധ്യതയുടെ ശക്തിയെ, അസമാധാനത്തിന്റെ ശക്തിയെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കാൽ കീഴാക്കി വെച്ചിരിക്കുക. നമ്മുടെ ഡ്യൂട്ടി അതിനെ ചവിട്ടിക്കളയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഹല്ലേലൂയ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തെ കൊണ്ടുവരുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്ഥാനപതികളാണ് നാം ഓരോ വ്യക്തിയും. ഹല്ലേലൂയ. ആ ഉത്തരവാദിത്തം നിറവേറ്റേണ്ട നാം ഭയപ്പെട്ട്, ഹല്ലേലൂയ, ആകുലതയിലാണ് എങ്കിൽ ഈ പ്രവൃത്തി ആര് ചെയ്യും? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏത് പ്രതികൂലമുണ്ടെങ്കിലും, ഏത് പ്രയാസമുണ്ടെങ്കിലും അതിനെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കാൽ കീഴാക്കി വെച്ചിരിക്കുക. നമ്മൾ അതിനെ ചവിട്ടിക്കളഞ്ഞ്, ഹല്ലേലൂയ, ഇരുട്ടിന്റെ ശക്തിയെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റി, സാത്താന്റെ അധികാരത്തെ ഈ ഭൂമിയിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് മാറ്റി അതിൻ്റെ മേൽ ഒരു ജയോത്സവം കൊണ്ടാടുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ആ ഒരു വിഷനിലേക്ക് വരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. നമുക്കൊരു വലിയ റോളുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു വലിയ റോളുണ്ട്. നമുക്കറിയാം പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകും. കർത്താവ് നമുക്ക് വേണ്ടി